ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയി. ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് പറയാൻ മറന്നുപോയി. ഇന്ന് എനിക്ക് ലീവാണ് കേട്ടോ. ഇന്നിവിടെ ഫെസ്റ്റിവലാണ്. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പൊങ്കല് ആഘോഷിക്കത്തില്ലേ, അതുപോലെ കർണാടകത്തിലെ ഫെസ്റ്റിവലാണ് സംക്രാന്തി, മകരസംക്രാന്തി എന്ന് പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലാസ്റ്റത്തെ വിളവെടുപ്പാണ് ഇന്നാണ്. ഇവിടുത്തെ ലാസ്റ്റ് വിളവെടുപ്പാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ സംക്രാന്തി എന്ന് പറയും. അപ്പം നമ്മുടെ നെല്ലും പിന്നെയൊക്കെ നമ്മൾ വിത്തെടുത്ത് വെക്കത്തില്ല, നെല്ല്, പിന്നെ നമ്മൾ കുറെ വേറെ എന്തൊക്കെയോ പയറ്, പിന്നെ നമ്മുടെ മധുരക്കിഴങ്ങ്, അങ്ങനെയൊക്കെ വിളവെടുപ്പിന് ലാസ്റ്റ് ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. അതെല്ലാം എടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പൂജ ചെയ്യും എന്ന് പറഞ്ഞാൽ അതൊരു പൂജ ചെയ്യുന്ന. പിന്നെ അത് കൂടാതെ നമ്മുടെ കാള പശുക്കളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ 1 ഇയർ ഫുള്ള് പണിയല്ലേ ഈ കണ്ടം ഉഴുന്നതല്ലേ, ഉഴുന്നത് മീൻസ് അതെനിക്ക് ശരിക്കും കിട്ടുന്നില്ല. അതൊക്കെ പണ്ടത്തെ ഇല്ലേ, അതൊക്കെ ഇപ്പം വില്ലേജിൽ ഇപ്പോഴും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ വില്ലേജിൽ ഇപ്പോഴും അങ്ങുണ്ട്. നമ്മുടെ നാട്ടിൽ അതൊക്കെ ഇല്ലാത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ കാളയ്ക്കും പശുവിനും ഒക്കെ റെസ്റ്റ് ഉള്ള ദിവസമാണ്. അതിനെ കുറെ ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ടിട്ട് ബലൂണൊക്കെ വെച്ചിട്ട് നല്ല അവർക്ക് പൂജ ചെയ്തിട്ട് അവരെ റെസ്റ്റ് ചെയ്യെടുക്കുവാണ് അന്നത്തെ ദിവസം. അപ്പൊ അന്നത്തെ ദിവസത്തിന് അവരും കൂടെ ചേർന്നുള്ള ഫെസ്റ്റിവലാണ് ഈ മകരസംക്രാന്തി എന്ന് പറയാം. അപ്പൊ നമ്മളെല്ലാം കൂടെ വീടെല്ലാം നല്ലപോലെ എടുത്ത് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് പൂജ ചെയ്തിട്ട് നമ്മൾ എന്താ പറയാം, അവരെക്കാൾ എന്ന് പറഞ്ഞൊരു കാളുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. അത് പിന്നെ നമ്മുടെ ചീനിക്കിഴങ്ങ്, പിന്നെ കടലയില്ലേ, നിലക്കടല പച്ച, അതുകൊണ്ട് എല്ലാം കൂടെ കൂടി നമ്മൾ പുഴുങ്ങിയിട്ട് സെപ്പറേറ്റ് പുഴുങ്ങിയിട്ട് അങ്ങനെ എടുത്ത് നമ്മൾ ദൈവത്തിന് മുമ്പ് വെച്ചിട്ട് പൂജ ചെയ്യും. പിന്നെ നമുക്ക് വേണ്ട എല്ലാ പഴങ്ങളും നമുക്ക് എന്ത് വെള്ളം വെക്കാം. കാരണം ലാസ്റ്റ് പിന്നെ മാർച്ച് മാസത്തിലാണ് ഇവരുടെയൊക്കെ ന്യൂ ഇയർ, നമ്മുടെയൊക്കെ ന്യൂ ഇയർ മാർച്ച് മാസത്തിൽ, ഇത് ഇംഗ്ലീഷ് കലണ്ടർ അല്ല ജാൻ. അപ്പം മാർച്ച് മാസത്തിലാണ് പിന്നെ അവിടെ പുതുവർഷം ആരംഭിക്കുന്നത്. അപ്പോഴാണ് ഈ വിത്തെല്ലാം എടുത്തിട്ട്, കാരണം നമ്മുടെ മരങ്ങളൊക്കെ നല്ല ഇലകളൊക്കെ വന്ന് പച്ച പഴയ ഇലകളൊക്കെ പഴുത്തിലൊക്കെ പോട്ട് പച്ച ഇലയൊക്കെ വരില്ലേ, ആ സമയത്താണ് ഫസ്റ്റ് ഇവർ വിളവെടുപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ മകരസംക്രാന്തിക്ക് നാട്ടിൽ പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കടലയും ഒക്കെ പുഴുങ്ങുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടെ ലൈറ്റില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഡാർക്കായിട്ട് കാണുന്നത് കേട്ടോ. ഇത് ഒറിജിനലാണ്. ഞാൻ ഒരു ലൈറ്റും, ഈ ലൈറ്റ് പോലും, നമ്മുടെ റിംഗ് ലൈറ്റ് പോലും ഞാൻ ഓൺ ചെയ്തിട്ടില്ല. അപ്പം ഇത് കണ്ടോ, പച്ചക്കടലയില്ലേ, ഇത് കണ്ടോ, ഇത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്യും. ഇത് കണ്ടോ, അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് പിന്നെ ഞാൻ പയറ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വെള്ളം ഒഴിക്കട്ടെ കേട്ടോ ഇതിനകത്തേക്ക്. ഇത് ഫുഡ് റെസിപ്പി ഒന്നും അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ, ഞാൻ നല്ലപോലെ കണ്ടോ, ഇതുണ്ടോ, വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പിടാം. ഇത് നല്ല പുഴുങ്ങിട്ട് തിന്നുന്നത് നിങ്ങൾക്കറിയാം, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇപ്പം നമ്മൾ ടേസ്റ്റ് ഒന്നും നോക്കാൻ പാടില്ല, എല്ലാം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ ഉപ്പിട്ടിട്ട് നമുക്ക് മൂടി വെക്കാം. മൂടി വെക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റൗ എല്ലാം നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം. ഞാൻ ഒന്നും രാവിലെ കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇനിയിപ്പം 3 വിസിൽ വരണം, കാണിക്കാം കേട്ടോ. ഇത് മധുരക്കിഴങ്ങാണ്. ഇത് നമുക്കിട്ട് ഇതിപ്പോ നല്ലപോലെ മീൻസ് വാഷ് ചെയ്തിട്ട് നമുക്ക് ബോയിൽ ചെയ്യണം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. വില്ലേജിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ തമിഴൻസാണ് എന്താ സംസാരിക്കുന്നത് നോക്കിയതാ, സോറി. തമിഴ്നാട്ടിലും പിന്നെ കർണാടകത്തിലും വില്ലേജിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അന്ന് ഈ പശുക്കളെയൊക്കെ, ഈ കാളകളെയൊക്കെ പാവം അതുങ്ങള് 365 ഡേയ്സും വർക്ക് ചെയ്യുന്നല്ലേ. അപ്പം അവർക്കൊരു റെസ്റ്റാണ്, നല്ല ഭംഗിയെ കാണാൻ. പോവായിരുന്നെങ്കിൽ എനിക്ക് കാണിച്ചു തരായിരുന്നു, എനിക്ക് പോകാനുള്ള സിറ്റുവേഷൻ വന്നില്ല, അതുകൊണ്ട്. അപ്പം ഇത് ബോയിലാട്ടോ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ഒരു പയർ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, സിസർ ഇവിടെ. ഞാനൊന്ന് പ്രിപ്പയർ അല്ലാത്തതുകൊണ്ടാണ്, പെട്ടെന്ന് ഓർത്തുകൊണ്ടാണ് ഒന്നും എടുത്തു വെക്കായിരുന്നേ. ഈ പയർ നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ പേര് അമരപ്പയർ അമരപ്പയറല്ല കേട്ടോ. ഇത് ഞാൻ അടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എടുത്ത്. ഇത് കണ്ടോ, ഈ പയർ ഇത് കണ്ടോ, ഇത് പൊളിച്ചതാ കാണിച്ചു തരാം. ഇതിന്റെ ഉണക്കയുണ്ട് കേട്ടോ, ഉണങ്ങിയതുണ്ട്.
നമ്മുടെ നാട്ടിലെ ചക്കക്കുരുന്റെ സീസൺ വരുമ്പോ എല്ലാവരും വീട്ടിൽ ചക്കക്കുരു അല്ലേ, ചക്കക്കുരു ചക്കുരു 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 മാങ്ങ ഇട്ട് വെക്കുന്നു, എന്തൊക്കെയോ രീതിയിൽ വെക്കുന്നല്ലേ. അതേപോലെയാണ് ഈ ചക്കക്കുരു, ഈ സാധനമില്ലേ, ഈ കുരു നല്ല രസമാണ് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ചക്കുവിന്റെ പോലെ തന്നെ സെയിം പടി കിട്ടും ഇതുകൊണ്ട്. ഇതുണ്ടല്ലോ, ഇത് വെക്കുവാണെങ്കിൽ ഇതാണ് കാണുന്നുണ്ടോ ഈ ഷേപ്പ് കണ്ടോ? കിഡ്നി ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇതുണ്ട്. ഇതോടുകൂടി ഇപ്പം ഇങ്ങനെ പുഴുങ്ങിയിട്ടാണ് വെക്കുക. നമ്മൾ കറി വെക്കുമ്പോണ്ടല്ലോ, ഇത് പിന്നുണ്ടല്ലോ, ഇത് ഇങ്ങനെ പൊളിച്ചിട്ട് രാത്രിയിൽ നമ്മൾ ഒരു ഓവർ നൈറ്റ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ നീങ്ങണം. ഇങ്ങനെ പിടിച്ച് ഞെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിന്റെ മുകളിൽ ഒരു സ്കിൻ ഉണ്ട്, അത് പോയിട്ട് അകത്ത് മാത്രം ചെറിയ ഇങ്ങനെ നമ്മുടെ കുമ്പളക്കാടെ ഒക്കെ ഇതില്ലേ, പിന്നെ കുമ്പളക്കാടെ ഇത് വരത്തില്ലേ, അതുപോലെ തന്നെ ഇത് വരും. ഇത് വന്നിട്ട് നമ്മൾ എന്നറിയോ, ചിക്കനൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ കൂടെ ഇടും. നല്ല ടേസ്റ്റ് കേട്ടോ ചിക്കൻ്റെ കൂടെ. ഇത് നമ്മൾ ചിലർ ഈ ചിക്കൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ട് വയ്ക്കുന്നില്ല, അതുപോലെ ഇതിട്ട് വയ്ക്കും. നല്ല ടേസ്റ്റാണ്. അതിനൊരു പേരുണ്ട്. ഇത് പല രീതിയിലും വെക്കും കേട്ടോ. ഇങ്ങനെ പൊളിച്ചിട്ട് നല്ല ഗ്രേവി ആയിട്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തി, ദോശ എക്കടെ കൂടെ ഇതിന്റെ സ്കിൻ എടുത്തിട്ട് വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിന്റെ സീസൺ വരുവാണെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ഇത് തന്നെയാണ്. ഇത് ഏതാണ്ടൊക്കെ കറി വെക്കും അവര്, എന്തൊക്കെയോ. എൻ്റെ വീട്ടിൽ എല്ലായിടത്തും ഇത് തന്നെ. ചക്കക്കുരു ഇതും ഒരു ഫാമിലി പോലെ. അപ്പം നമുക്ക് നമ്മുടെ ചീനിക്കിഴങ്ങിനെ കഴുകാം. ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ വീട് ഫുള്ള് ക്ലീൻ ചെയ്ത് ഉള്ള തുണികളും ഇരിക്കുന്ന എല്ലാ അലക്കാണെല്ലാം എടുത്ത് വാഷ് ചെയ്തിട്ട് വീട്ടിലൊരു പൊടി പോലും ഉണ്ടാവില്ല. പഴയ പാത്രങ്ങളൊക്കെ എടുത്ത് തേച്ച് കഴുകി എല്ലാം വെച്ച് നല്ല ശുദ്ധമായിട്ടായിരിക്കും അന്ന് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ചീനിക്കഴുകുന്നുണ്ടോ, ചീനിക്കഴുക് നമ്മുടെ സാധാരണ പുഴുങ്ങുന്ന പോലെ തന്നെ ഞാനുണ്ടല്ലോ അടുത്ത കുക്കർ വെക്കാന്ന് വിചാരിച്ചു. 2 കുക്കറും കൂടെ വെക്കുകയാണ്, പെട്ടെന്നാവുമല്ലോ. ഏകദേശം സമയമായി. വെള്ളം ആക്കട്ടെ. അതിന് 2 വിസിൽ മതി നമ്മുടെ ചീനിക്കിഴങ്ങ്. ഞാൻ നേരത്തെ കുക്കർ നമ്മുടെ ഇഡ്ഡലി കുക്കറില്ലേ, അതിനകത്താണ് വെച്ചോണ്ടിരുന്നത്. അപ്പം നമുക്ക് സ്റ്റീമാണ്, നല്ല ടേസ്റ്റാ. ഇതിപ്പം വെള്ളത്തിലാണ് എളുപ്പപ്പണിക്ക് ചെയ്യുന്ന. ഇതൊന്നും എടുത്ത് വെച്ചില്ല. അപ്പൊ നമുക്ക് ഈ സ്റ്റൗവിൽ ഇവിടെ വെക്കാം. ഇപ്പൊ 2 കുക്കറിലും ആയി, പെട്ടെന്നാകൂലോ. ഇനിയിപ്പം നമ്മുടെ ഞാൻ തക്കാളി എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചില്ല കേട്ടോ, അങ്ങനെ കിടന്നു. നമ്മുടെ ഈ അവരക്കാളിനെ എടുത്തിട്ടേ എല്ലാം കൂടെ ഇതിനകത്ത് എടുത്തിട്ട് വെക്കാം. പയറിപ്പം ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ബോയിൽ ചെയ്തിടുന്നില്ല. ഒരു 2 വിസിൽ മതി കേട്ടോ. ചീനിക്കിഴങ്ങ് ഇവിടുന്ന് വിസിൽ വന്നില്ല. ഇന്ന് കള്ളൻ ദിവസം എനിക്ക് വിസിൽ വരാൻ തന്നെ പറ്റിക്കുന്നേ. ഇപ്പം ആവും ഒരു 5, ഞാൻ വെച്ചിട്ട് ഇപ്പം 5 മിനിറ്റായി. ഇപ്പം ആവും കേട്ടോ. ചിലപ്പോൾ ആയിട്ടുണ്ടാവും, നോക്കട്ടെ. വെന്ത് പോയി കഴിഞ്ഞപ്പോൾ ഒന്നും കൊള്ളില്ലല്ലോ. ഇപ്പോഴും നമ്മുടെ ഈ ഫെസ്റ്റിവലിനൊക്കെ ഇല്ലേ, ഈ കർണാടക ഫെസ്റ്റിവലിനൊക്കെ ഉണ്ടല്ലോ, ആരും അടുത്തൊന്നും വിളിക്കില്ല. കാരണം എല്ലാ വീട്ടിലും ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നീ എൻ്റെ വീട്ടിൽ വരണം, എൻ്റെ വീട്ടിൽ വരണം എന്നൊന്നും പറയില്ല. നമ്മൾ ക്രിസ്മസ് ഓണമൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് എൻ്റെ വീട്ടിൽ ക്രിസ്മസ് ഒന്നും ഞാൻ ആഘോഷിക്കുന്നില്ല, എൻ്റെ വീട്ടിൽ വരണമെന്ന് പറയും അല്ലെ ഓണമാണ് ഇന്ന് എൻ്റെ വീട്ടിൽ. എല്ലാ വീട്ടിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവർ എല്ലാ വീട്ടിലും ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് അവരവരുടെ വീട്ടിൽ അവർ ആഘോഷിക്കും. അല്ലാതെ പിന്നെ വല്ല ബർത്ത്ഡേനോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ എന്തെങ്കിലും വരുന്നാൽ മാത്രമേ ആൾക്കാരെ വിളിക്കാറുള്ളൂ. ഇതുകൊണ്ട് എല്ലാ ഫെസ്റ്റിവലും ചെറുതാണെങ്കിലും അവർക്ക് വരുന്നത് ഒരു ന്യൂ ഇയർ വരും. അത് മാർച്ചിൽ ഏപ്രിലാന്ന് തോന്നുന്നു കേട്ടോ, നമ്മളെപ്പോൾ ന്യൂ ഇയർ, പിന്നെ ശിവരാത്രി, പിന്നെ ഗണേശ ഫെസ്റ്റിവൽ, അതൊക്കെ. അങ്ങനെ 4 ഫെസ്റ്റിവൽ ഭയങ്കര വലുതാണ് കേട്ടോ. പിന്നെയുള്ളതെല്ലാം ചെറിയ ചെറിയ പുട്ടാണിയാണ്. പക്ഷെ എന്തെന്ന് പറഞ്ഞാലും അവർ ആഘോഷിച്ചിരിക്കും. അപ്പം ഞാനിത് മുഴുവൻ ഓർന്ന് നോക്കട്ടെ. ചീനിക്കിഴങ്ങ് എന്തോന്ന് കാരണം സ്റ്റീം വന്നില്ല തോന്നുന്നു. കുത്തി നോക്കട്ടെ. ഇല്ല, ഇനി ഒരു 10 മിനിറ്റ് കൂടെ നിൽക്കണം. ആയിട്ടില്ല.
സമയം എത്ര മണിയായോ? വിശക്കുന്നുണ്ട് നല്ല പോലെ. ഇതുണ്ടോ? അപ്പം എൻ്റെ ചീനിക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. എനിക്ക് എന്താ പറ്റിയെന്നറിയോ? ഞാൻ ഇനി മുമ്പെടുത്ത വീഡിയോ എല്ലാം എന്നറിയുമോ വോയിസ് ഇല്ലാതെ പോയി. എന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോൾ വോയിസ് ഇല്ല. ഞാൻ എന്നിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് സൗണ്ട് വരുന്നത്. എനിക്കൊന്നും മൈക്ക് ഓഫ് ആയതാണെന്ന് അറിയില്ല. ഞാൻ മൈക്ക് ആദ്യം അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം ഇന്ന് മൈക്ക് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ മൈക്ക് വെച്ചുകൊണ്ട് കടയിൽ പോയി. തിരിച്ചു വന്നപ്പം ഓണായൊന്നും ഞാൻ നോക്കിയില്ല. അങ്ങനെ സൗണ്ട് ഇല്ലാതെ പോയി. അപ്പം ചീനിക്കിഴങ്ങും അവരെക്കാളും എല്ലാം ആയി. ഇന്നാണ് പൊങ്കൽ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ടായിരുന്നു, എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതെല്ലാം സൗണ്ട് ഇല്ലാതെ ആയിപ്പോയി. അപ്പം ഞാൻ പൊങ്കൽ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല നല്ല നെയ്യിലാണ് ഞാൻ വെച്ചത്. നെയ്യൊക്കെ ഒഴിച്ച് എന്തൊക്കെ വെച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ, ചെറുപയർ പരിപ്പും ചെറിയ റൈസില്ലേ, നമ്മുടെ റേഷനരിയാണ് നല്ലതാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ബസ്മതി റൈസ് വേണ്ട, മറ്റേ കൂട്ട് നമ്മൾ ജീര റൈസ് എന്നൊക്കെ പറഞ്ഞാൽ ആ റൈസ് ആയിട്ട് കൂട്ട് ഒരു 5 വിസിൽ വന്നു. നിറച്ച് വെള്ളം വെക്കണം. വിസിൽ വന്നപ്പോഴത്തേക്കും കറക്റ്റ് അങ്ങനെ പറ്റി പോലെ വന്നു. എന്നിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് നെയ്യും കുരുമുളകും ജീരകം വെളുത്തുള്ളി പിന്നെ നമുക്ക് കാശിയൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ, ഞാനത് ഇട്ടില്ല. പിന്നെ കുറച്ച് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് പിന്നെ കരിവേപ്പിലിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് അതിനകത്ത് ഇട്ടാൽ മതി. നല്ല രുചിയാണ് കേട്ടോ. അപ്പം അതാണ് ഞാനിപ്പോൾ കഴിച്ചത് ഓൾറെഡി. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാ വീഡിയോ എടുത്തു കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് എനിക്ക് വോയിസ് ഇല്ല. അതിനകത്ത് എന്തോ സംഭവിച്ചു. ഞാനത് മൈക്ക് ഓൺ ചെയ്യാതിരുന്ന് തോന്നുന്നു. അങ്ങനെ പോയിട്ട് വന്നിട്ട് ഞാൻ മൈക്ക് ഓൺ ചെയ്താണ് അതിനകത്ത് ഫിക്സ് ചെയ്ത്. അതുകൊണ്ടാണ് അങ്ങനെ കുറേ വീഡിയോ എനിക്ക് മിസ്സായി. ഞാൻ അത് ചെയ്യുന്ന പ്രിപ്പറേഷൻ പൊങ്കൽ ചെയ്യുന്നതിൻ്റെ എല്ലാം വീഡിയോ ഉണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് മിസ്സായിപ്പോയി. നല്ല സാരമില്ല, പോട്ടെ, ഒരു ചെറിയ വീഡിയോ. അപ്പം എന്താ പറയേണ്ടത്, എനിക്ക് ഭയങ്കര ടയേർഡാവുന്നുണ്ട്. സമയമായില്ല. കുറച്ച് ഉറങ്ങിയിട്ട് എനിക്ക് ഒരു 3-4 മണിയാകുമ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. സാധാരണ എന്നറിയോ, വൈകുന്നേരമാണ് ഇവിടെ എല്ലാവരും പൂജ ചെയ്യുന്നത്. എൻ്റെ വീട്ടിലൊക്കെ വൈകുന്നേരം പൂജ ചെയ്യുക. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് രാവിലെ പൂജ ചെയ്ത്. അപ്പം ഇന്നത്തെ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇടയിൽ എന്തൊക്കെയോ മകരസംക്രാന്തിയെക്കുറിച്ച് എന്താ പറഞ്ഞു എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഓരോന്ന് ഈ ചീനിക്കിഴങ്ങിന് എന്നാ പറയുന്നറിയോ, ഗൺസ് എന്നാണ് പറയുക. പിന്നെ അവരക്ക നമ്മുടെ നാട്ടിൽ വരുന്നത് അതായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. അവരക്ക ഞാൻ കണ്ടിട്ടില്ലായിരിക്കും. അവരക്കാളു, എല്ലാത്തിനും കാളു എന്നാണ് പറയുക. പിന്നെ കടലയില്ലേ, പച്ചക്കടലയ്ക്ക് കടലക്കാളു എന്നാണ് പറയുക. ഇതെല്ലാം കൂടി വേവിച്ചിട്ടാണ് നമ്മൾ പൂജയ്ക്ക് വെക്കുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് വർഷത്തിലെന്നറിയോ, അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടല്ലേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം വൈകിട്ടിന് കറി വെക്കണം. ഇപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞു, ഈ അവരക്കാളില്ലേ, ഈ സാധനം ഇത് നമ്മളിങ്ങനെ രാത്രി വെള്ളത്തിലിട്ട് രാവിലെ എടുത്തിട്ട് ഇങ്ങനെ കേസ് ചെയ്യുന്ന സമയത്ത് എന്നറിയുമോ, അതിൻ്റെ സ്കിന്ന് വരുവേ. സ്കിന്ന് പോയി കഴിഞ്ഞിട്ട് അതിനകത്ത് പരിപ്പ് എനിക്കിപ്പോൾ കിട്ടി. അപ്പം അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി മകരസംക്രാന്തി. ഓക്കെ, ബൈ, ടേക്ക് കെയർ.